സൗദി അറേബ്യയും UAEയും അമേരിക്കയോടൊപ്പം ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിൽ പങ്കാളിയാകുമെന്നുള്ള ഒരു റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെ വാർത്ത വന്നതോടുകൂടി മേഖലയിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യത്തെ അത് കൂടുതൽ വഷളാക്കുന്നു എന്നാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന ബ്ലോക്കിനൊപ്പം നിൽക്കാമെന്നുള്ള ഈ രാജ്യങ്ങളുടെ തീരുമാനം, ഈ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങളുടെ തീരുമാനം നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ നിലവിൽ പുറത്തേക്ക് വരുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കാമെങ്കിൽ, മിഡിൽ ഈസ്റ്റിലെ നിലവിലെ ശക്തി ദുരിതാവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരിലും ഇത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ഇന്ത്യക്കാരായ ഒരുപാട് ആളുകൾ ഇപ്പറഞ്ഞ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്ത് ജീവിതം മുന്നോട്ട് നീക്കുന്നവരാണ്. മാത്രമല്ല, ഇന്ത്യയിലേക്കുള്ള ഊർജത്തിന്റെ വരവ് മിക്കവാറും ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്കിടയിലും പ്രവാസികളായ ഇന്ത്യക്കാർക്കിടയിലും വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ ന്യൂസ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സൗദിയുടെയും UAEയുടെയും ഈ ഒരു തീരുമാനം ഉണ്ടല്ലോ, അത് മറ്റൊരു രീതിയിലും ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പലസ്തീനിൽ നമുക്കറിയാം, ഗസയിൽ വർഷങ്ങളായി ഇസ്രായേൽ ഗസക്കാരെ ആയുധമില്ലാത്ത ഒരു ജനതയോട്, സർവ്വ ആയുധ സമ്പന്നമുള്ള ഒരു രാജ്യം കടുത്ത അക്രമങ്ങളും കൊലപാതകങ്ങളും കടുത്ത ദാരിദ്ര്യവും കടുത്ത പട്ടിണിയും അടിച്ചേൽപ്പിച്ചിട്ട് പോലും എന്തിനെ അവിടുത്തെ കോർ പ്രശ്നമായ അൽ അക്സ മോസ്കിന്റെ കാര്യത്തിൽ പോലും സൈനിക നടപടിക്ക് മുതിരാത്ത UAEയും സൗദി അറേബ്യയും ഇപ്പോഴിതാ ഇറാൻ എന്ന രാജ്യത്തിനെതിരെ സൈനിക നടപടിക്ക് ഇറങ്ങുന്നു എന്നത് മേഖലയിലെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലോകത്ത് തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്, വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. അതൊരു പരിധിവരെ ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഗസയിൽ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ, കുടിക്കാൻ വെള്ളമില്ലാതെ തൊണ്ട വറ്റി മരിക്കുമ്പോൾ, വിശന്ന് കൊടലി കരഞ്ഞു മരിക്കുമ്പോൾ ഒന്നും തിരിഞ്ഞു നോക്കാത്ത സുഖലോലുപരായ അറബ് രാജാക്കന്മാർ അമേരിക്കയും ഇസ്രായേലും പോലുള്ള യജമാനന്മാർക്ക് വേണ്ടി സ്വയം പ്രതിരോധിച്ചു നിൽക്കുന്ന ഇറാൻ എന്ന രാജ്യത്തിനെതിരെ ഇറങ്ങുന്നത് തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയും വലിയ രീതിയിലുള്ള അസമത്വവുമാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഒരു വാസ്തവം.